എന്നെ നൂലിൽ കെട്ടിയിറക്കിയതല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്ത് മുഖത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് CPM നേതാവ് കളം വിട്ടത്. പുറമോടിയിൽ കാണിക്കുന്ന പ്രൗഢിയും വീറുമൊന്നും അകത്തില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ CPMന് കൊഴിഞ്ഞുപോക്ക് തുടർക്കഥയാവുകയാണ്. CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റി അംഗവും 10 വർഷത്തോളം CPM മൈലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന ഉപാസന മോഹൻ സ്ഥാനം രാജിവെച്ചു. പാർട്ടി ഗ്രൂപ്പുകളിൽ വിശദമായ കത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് രാജി പ്രഖ്യാപിച്ചത്. കത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരിക്കുകയാണ്. ഭാരവാഹിത്വം മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ എന്നും പാർട്ടി അംഗമായി തുടരുമെന്നും ഉപാസന മോഹൻ പറയുകയാണ്. നേതൃത്വത്തിലുള്ള ചിലരുടെ മാനസിക പീഡനമാണ് രാജിക്ക് കാരണമെന്നും കൂടുതൽ പേർ രാജിവെക്കാൻ സാധ്യതയുണ്ട് എന്നും സൂചനയുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് പാർട്ടി നേതൃത്വനിരയിലേക്ക് എത്രമാത്രം ആവേശത്തോടെയാണോ കടന്നുവന്നത്, അതേ ആവേശത്തോടെയാണ് പടിയിറങ്ങുന്നത് എന്നാണ് പ്രഖ്യാപനം. നിലവിലുള്ള നേതൃത്വത്തിൽ നിന്നും മതിയായ പിന്തുണ ലഭിക്കാത്തതും അവഗണനയും രാജിക്ക് കാരണമായി മാറി. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായുള്ള അഭിപ്രായ വ്യത്യാസവും താമരക്കുടി സഹകരണ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമനത്തിൽ നിന്നും ഒഴിവാക്കിയതുമാണ് രാജിക്ക് കാരണമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. തന്നെ നൂലിൽ കെട്ടിയിറക്കിയതല്ല എന്നും ബിസിനസ് തകർന്നിട്ടും പാർട്ടിക്കായി നിലകൊണ്ട ആളാണെന്നും വിവരിക്കുന്ന കത്തിൽ നിലവിലുള്ള നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളാണുള്ളത്. പഴയ ഏരിയ നേതാക്കളെ വാരോളം പുകഴ്ത്തുന്നുമുണ്ട്. മനുഷ്യസ്നേഹികളായ ഏരിയ സെക്രട്ടറിമാരുണ്ടായിരുന്ന അക്കാലത്ത് മൈലം ലോക്കൽ കമ്മിറ്റിയെ നയിക്കാൻ സാധിച്ചത് നല്ല അനുഭവമായിരുന്നു എന്നും രാജിക്കത്തിൽ പറയുന്നുണ്ട്. അതേസമയം സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷം പൊടിപൊടിക്കുകയാണ്. കൈതപ്പുറത്തിന്റെ അയ്യപ്പ ശ്ലോകത്തോടെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശം ദേവസ്വം മന്ത്രി VN വാസവൻ അഭിമാനപൂർവ്വം വേദിയിൽ വായിക്കുകയായിരുന്നു. ശബരിമല വികസനത്തിലൂന്നിയ ഉദ്ഘാടന പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രി ഭക്തി ഒരു പരിവേഷമായി അണിയിക്കുന്നവർ അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചു എന്ന വിമർശനം ഉയർത്തി. പിണറായി വിജയൻ നല്ല ഭക്തനാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കാറിലാണ് വെള്ളാപ്പള്ളി വേദിയിലെത്തിയത്. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും മാത്രമാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും പരിപാടിക്കെത്തിയ മന്ത്രിമാർ. പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയെന്ന കാരണത്താൽ പളനിവേൽ ത്യാഗരാജൻ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന 18 അംഗ സമിതി അയ്യപ്പ സംഗമത്തിൽ ഉരുത്തിരിഞ്ഞ വികസന പദ്ധതികൾ നടപ്പിലാക്കും എന്നാണ് ദേവസ്വം മന്ത്രിയുടെ പ്രഖ്യാപനം. കൂടാതെ അടുത്ത മാസം രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുമെന്നും ഇത് സംബന്ധിച്ച ആശയവിനിമയം രാഷ്ട്രപതി ഭവൻ നടത്തിയതായിട്ടും അദ്ദേഹം പറയുകയാണ്. തീയതി സംബന്ധിച്ച് പിന്നീട് വ്യക്തത ഉണ്ടാകും. സർക്കാർ സംഗമങ്ങൾ നടത്തി പൊടിപൊടിക്കുമ്പോൾ ഓരോ നേതാക്കൾ രാജിവെച്ചിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ CPM കാണുന്നത്.